നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ ഓഹരി വിപണിയിലെ തിരിച്ചടി തുടരുകയാണ്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കൂട്ടത്തോടെ വിപണിയിൽ നിന്നും പിൻവാങ്ങുകയാണ്. ഏകദേശം 15,000 കോടി രൂപയുടെ നിക്ഷേപമാണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ മാസം മാത്രം പിൻവലിച്ചത്. ആഗോള ഘടകങ്ങളും വിപണിക്ക് അനുകൂലമായിരുന്നില്ല. അതുപോലെ മാർക്കറ്റ് വാച്ചിൽ ഹെഡ് സെക്യൂരിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഭുവനേന്ദ്രൻ ചേരുകയാണ്. നമസ്കാരം ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ചും തുടർച്ചയായി നഷ്ടം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം വിപണിക്കുണ്ടായിരുന്നു. അതിന് മുമ്പുള്ള ആഴ്ചകളെല്ലാം തന്നെ സമാനമായൊരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് പോയ വാരത്തെ താങ്കൾ കാണുന്നത്? പ്രത്യേകിച്ചും ആഗോള ഘടകങ്ങളടക്കം പോയ വാരം വിപണിക്ക് നെഗറ്റീവായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ വീക്ക് മാർക്കറ്റ് ഹൈലി വോളറ്റൈലായിരുന്നു. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ലാസ്റ്റ് എപ്പിസോഡ് പറഞ്ഞതുപോലെ വളരെ പെയിൻഫുൾ തന്നെയായിരുന്നു. ഹൈലി വോളറ്റൈലായിരുന്നു മാർക്കറ്റ്. മൺഡേ മാർക്കറ്റ് ബെറ്റർ ഓപ്പണിംഗ് വന്നു. ട്യൂസ്ഡേ അഗൈൻ മാർക്കറ്റ് സ്ലൈറ്റ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. വെനസ്ഡേ മാർക്കറ്റിൽ വീണ്ടും ഷാർപ്പായുള്ള റിക്കവറി, നിഫ്റ്റി 150 പോയിൻറ്റ്സിന് റൈഡ് വന്നു. എന്നാൽ തേഴ്സ്ഡേയോട് കൂടി വീണ്ടും പിക്ചർ മാറുകയാണ്. ഗ്ലോബൽ സെൽ ഓഫ് തന്നെയാണ്. US മാർക്കറ്റിലുണ്ടായിരുന്ന ക്രാഷ് അത് ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ റിഫ്ലക്റ്റ് ചെയ്തു. പ്രത്യേകിച്ചും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് തേഴ്സ്ഡേ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു പ്രധാന റീസൺ ഈ ഗ്ലോബൽ സെൽ ഓഫ് തന്നെയായിരുന്നു. സെൻസെക്സ് ഓപ്പണിംഗ് സ്റ്റേജിൽ തന്നെ 1000 പോയിൻറ്റ്സിനടുത്ത് ഡ്രോപ്പ് പോകുന്നു. നിഫ്റ്റി 320 പോയിൻറ്റ്സിന് ഡ്രോപ്പ് പോകുന്നു. എന്നാൽ ഗ്രാജുവലി മാർക്കറ്റിൽ റിക്കവറി സംഭവിച്ചു. എങ്കിലും ക്ലോസിംഗ് സെഷനോടുകൂടി വീണ്ടും മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യാണ്. ഈ ഒരു സിംഗിൾ ഡേയിൽ തന്നെ മാർക്കറ്റിൽ ഹൈലി വോളറ്റൈലാണ്. എഗൈൻ ഫ്രൈഡേ മാർക്കറ്റ് വീണ്ടും ഷാർപ്പായുള്ള റിക്കവറി സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഒരവസരത്തിൽ 1200 താഴേക്ക് നിഫ്റ്റി മൂവ് ചെയ്യുന്നു. ദെൻ 1500 മാർക്കറ്റ് റിക്കവറി സംഭവിക്കുന്നു. ഒരു വീക്കിൻ്റെ വോളറ്റിലിറ്റി എന്ന് പറയുന്നത് 350 പോയിൻറ്റ്സിനടുത്താണ് നിഫ്റ്റിയിൽ മാത്രം വന്നിരിക്കുന്ന വേരിയേഷൻ. അപ്പോൾ ഹൈലി വോളറ്റൈലാണ് മാർക്കറ്റ്. ഈ വരും ദിവസങ്ങളിലും ഈ ഒരു മൂവിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്റ്റീവായിട്ടുള്ള സെല്ലിംഗ് മോഡിൽ തന്നെയാണ്. അതുതന്നെയാണ് പ്രധാനമായിട്ടും ഒരു റീസൺ. ഒന്ന്, റുപ്പി ഡിപ്രിഷ്യേറ്റ് ചെയ്തു പോകുന്നു. ക്രൂഡ് ഓയിൽ പ്രൈസ് എന്തായാലും ലാസ്റ്റ് വീക്ക് ഒരു കറക്ഷൻ മോഡിലായിരുന്നു. അതുപോലെ NBFC റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്, അങ്ങനെ വളരെയധികം നെഗറ്റീവ് ന്യൂസുകൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ഹോണ്ട് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഇങ്ങനൊരു ഗ്ലോബൽ സെൽ ഓഫ് വന്നത്. അതിനോട് മാർക്കറ്റ് വളരെ നെഗറ്റീവായിട്ട് ഇമ്മീഡിയറ്റ് റിയാക്ട് ചെയ്തു. എന്നാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്റ്റീവായി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് മാർക്കറ്റ് ഒരു ക്രാഷിൽ നിന്നും മാർക്കറ്റിനെ റിക്കവറിയുടെ ഒരു പ്രധാന റീസൺ അത് തന്നെയാണ്. അല്ലാത്തൊരു സാഹചര്യമായിരുന്നെങ്കിൽ ചിലപ്പോൾ നിഫ്റ്റി 10,000 ബിലോ പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായേനെ. എന്തായാലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ വളരെ ആക്റ്റീവായി സപ്പോർട്ട് ചെയ്തു. അതുതന്നെയാണ് ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത്. എന്തായാലും റുപ്പി വീണ്ടും ഡിപ്രീഷിയേറ്റ് ചെയ്ത് പോകുന്നു. അതിൻ്റെ ഒരു പ്രധാന റീസൺ പ്രധാനമായിട്ടും FISൻ്റെ വിഡ്രോവൽ തന്നെയാണ്. ഒരു ഹ്യൂജ് വിഡ്രോവൽ തന്നെയാണ്. ഒരു വീക്കിൽ ഏകദേശം 10,000 crore മുകളിൽ FIS സെല്ല് ചെയ്യുന്നു എന്നുള്ളത് അതൊരു വലിയ ഫിഗർ തന്നെയാണ്. അപ്പോൾ അത് മാർക്കറ്റിനെ സംബന്ധിച്ച്, എന്നിട്ടും മാർക്കറ്റിന് ഈ ഒരു സ്ട്രെങ്തിൻ്റെ റീസൺ, ഈ 10,500 റിക്കവറി സംഭവിച്ചതിൻ്റെ ഒരു പ്രധാന റീസൺ പോലും ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്റ്റീവായിട്ട് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന വീക്കിലി വലിയൊരു സെൽ ഓഫ് തന്നെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും US ട്രഷറി ഈൽഡ് കൂടുന്നു. അതാണ് പ്രധാന ഒരു കൺസേൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ FISൻ്റെ വിഡ്രോവൽ വരുന്നു. അത് റുപ്പിയെ എഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടായിരുന്ന റൈഡ്, നമ്മൾ ഡൊമസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ തന്നെ മാർക്കറ്റിന് ഹോണ്ട് ചെയ്യുന്ന സമയത്താണ് ഈ ഗ്ലോബൽ സെൽ ഓഫ് വന്നത്. ഇപ്പോൾ എന്തായാലും മാർക്കറ്റ് ഒരു ഡീപ്പ് ഡിസ്കൗണ്ടിലേക്ക് മൂവ് ചെയ്തു എന്നുള്ളതാണ്. പല സ്റ്റോക്കുകളും വളരെയധികം കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പെയിൻഫുൾ തന്നെയാണ്. കാരണം അത്രയേറെ പല സ്റ്റോക്കിലും കറക്ഷൻ സംഭവിച്ചു. അപ്പോൾ വരും ദിവസങ്ങളിലും ഈ വോളറ്റിലിറ്റി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭുവനേന്ദ്രൻ, അടുത്ത ആഴ്ചത്തെ സാധ്യതകളെ താങ്കൾ എങ്ങനെ കാണുന്നു? പ്രത്യേകിച്ചും ഒരു സെൽ ഓഫ് വിപണിയിൽ തുടരുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഒന്നെഴുതാം. ഭുവനേന്ദ്രൻ, അടുത്ത ആഴ്ച വിപണി ഏത് തരത്തിൽ നീങ്ങുവാനാണ് സാധ്യത? പ്രത്യേകിച്ചും ഒരു സെൽ ഓഫ് വിപണിയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മറ്റെല്ലാ ഘടകങ്ങളും വിപണിക്ക് അനുകൂലമല്ല എന്നൊരു പൊതു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് അനലിസ്റ്റുകൾ എല്ലാവരും പറയുന്നത്. കൂടുതൽ ബോട്ടംലേക്ക് വിപണി പോകാനുള്ള ഒരു സാധ്യത ഏതെങ്കിലും തരത്തിൽ താങ്കൾ കാണുന്നുണ്ടോ? എങ്ങനെയാണ് അടുത്ത ആഴ്ചത്തെ സാധ്യതകൾ താങ്കൾ വിലയിരുത്തുന്നത്? നെക്സ്റ്റ് വീക്ക് പ്രധാനമായും ഒന്ന് ഇൻഫ്ലേഷൻ, അതുപോലെ IIP ഡാറ്റ, ഈ രണ്ട് എക്കണോമിക് ന്യൂസ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതോടൊപ്പം തന്നെ റിസൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്തു. TCSൻ്റെ റിസൾട്ട് വന്നു. ഇൻലൈൻ വിത്ത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. ദെൻ നെക്സ്റ്റ് വീക്ക് മേജറായിട്ടുള്ള റിസൾട്ടുകൾ വരാനിരിക്കുന്നു. ഇൻഫോസിസ്, ഹീറോ മോട്ടോഴ്സ്, അൾട്രാടെക് സിമൻറ്റ്, HDFC ബാങ്ക്, അങ്ങനെ വളരെയധികം റിസൾട്ടുകൾ വരാനിരിക്കുന്നു. ഫെഡറൽ ബാങ്ക്, ഇതൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൻ്റെ റൈഡിനെ തീരുമാനിക്കും.
എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ മന്ത് മാർക്കറ്റിൻ്റെ മൂവ് അല്ലെങ്കിൽ ഒരു സെക്ടറിൻ്റെ മൂവ് തീരുമാനിക്കുന്നത് പ്രധാനമായിട്ടും ഈ റിസൾട്ടുകൾ തന്നെയായിരിക്കും. മേജറായിട്ടുള്ള റിസൾട്ടുകൾ റിലയൻസ് പോലെയുള്ള, ഹീറോ മോട്ടോഴ്സ്, അതുപോലെ ഇൻഫോസിസ് പോലെയുള്ള മേജർ റിസൾട്ടുകൾ വരുന്നു. അത് തീർച്ചയായിട്ടും മാർക്കറ്റിൻ്റെ മാർക്കറ്റ് ഏത് ലെവലിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഈ ന്യൂസുകളായിരിക്കാം. ഒരു സമയത്ത് ഒരു ഭാഗത്ത് റിസൾട്ട്, രണ്ട് IIP ഇൻഫ്ലേഷൻ പോലെ, അതുപോലെ ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ മൂവ്, റുപ്പിയുടെ മൂവ്, ഇതൊക്കെ തന്നെ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വിസിബിളായിട്ടുള്ള ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് വിസിബിളായിട്ടുള്ള ഡാറ്റയാണ്. അതോടൊപ്പം ചിലപ്പോൾ US നിന്ന് വരാവുന്ന ന്യൂസുകളൊക്കെ തന്നെ നെക്സ്റ്റ് വീക്ക് വീണ്ടും മാർക്കറ്റിൽ വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വളരെ ക്ലോസ് ആയിട്ട് റിസൾട്ടുകൾ സ്റ്റഡി ചെയ്യണം. കാരണം TCSൻ്റെ റിസൾട്ട് ഇൻലൈൻ വിത്ത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ സെക്ടറിലൊക്കെ തന്നെ നമുക്ക് ഫ്രൈഡേ ഒരു സെല്ലിംഗ് കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസോ അതുപോലെ HDFC ബാങ്ക് ഈ റിസൾട്ടൊക്കെ വരുമ്പോൾ ആ സെക്ടറിനെയും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് വരും ദിവസങ്ങളിലൊക്കെ തന്നെ വോളറ്റൈലായിരിക്കും, നെക്സ്റ്റ് വീക്ക് എസ്പെഷ്യലി. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതായിരിക്കും നല്ലത്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള. മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഉണ്ടായിരിക്കുന്നത് NBFC മേഖലയിൽ നിന്നാണെന്ന് നമുക്കറിയാം. ആ മേഖലയിലുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്റ്റോക്കുകളിലും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വലിയ തിരിച്ചടി നേരിടുന്നത് കണ്ടു. പ്രോഫിറ്റ് മാർജിനിൽ വലിയ കുറവ് ഈ മേഖലയിലെ കമ്പനികൾക്ക് ഉണ്ടാകുന്നു. എങ്ങനെയാണ് NBFC കമ്പനികളുടെ ഒരു ഭാവി, പ്രത്യേകിച്ചും ആ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന നിക്ഷേപകർ ഏത് സ്ട്രാറ്റജിയാണ് ഈ സാഹചര്യത്തിൽ എടുക്കേണ്ടത്? അഭിലാഷ്, NBFCയെ സംബന്ധിച്ചിടത്തോളം മാർജിൻ പ്രഷർ ഉണ്ടാകാം, ലിക്വിഡിറ്റി ക്രൈസിസ് ഉണ്ടാകാം, ആൻഡ് ഫണ്ട് കളക്ഷൻ അത്രത്തോളം പോസിബിൾ ആയിരിക്കില്ല. അതിൻ്റെ ഒരു ക്രൈസിസ് ഉണ്ടാകും. കാരണം ഐലൻഡ് എഫേഴ്സ് ഇഷ്യൂവിന് ശേഷം അഗെയിൻ ചിലപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചില ഡിസിഷൻസ് എടുക്കാം. അത് ചിലപ്പോൾ NBFCക്ക് നെഗറ്റീവായി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എന്തായാലും റിക്കവറി പല NBFCയിലും സംഭവിച്ചു. എങ്കിലും കുറച്ചുകൂടെ വിസിബിലിറ്റി വരാനുണ്ട്. കാരണം RBIയുടെ ഡിസിഷൻ എന്താണോ ചിലപ്പോൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ NBFC സെക്ടർ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ഒരു മാർജിൻ പ്രഷർ ഇവർ ഫേസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് NBFCയെ സംബന്ധിച്ച് ഫോർ ടൈം ബീയിങ് കുറച്ചൊരു ക്രൈസിസ് നിലനിൽക്കുന്നുണ്ട്. ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഭുവനത്തിൽ സെക്ടർ വൈസ് പരിശോധിച്ചാൽ പ്രത്യേകിച്ച് ബാങ്കിങ് സെക്ടർ, PSU ബാങ്കിലടക്കം സ്വകാര്യ ബാങ്കിലടക്കമുള്ള ഈ പ്രധാനപ്പെട്ട സെക്ടറിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? വലിയ തോതിലൊരു നഷ്ടം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ സെക്ടറിലുണ്ടായി. പ്രധാനപ്പെട്ട ബാങ്ക് സ്റ്റോക്കുകളിലെല്ലാം വിലയിൽ കുറവുണ്ടാകുന്നത് നമ്മൾ കണ്ടു. പിന്നീട് വന്ന റിക്കവറി നടന്നപ്പോഴും ഈ സ്റ്റോക്കുകളിൽ ചെറിയ തോതിലുള്ള റിക്കവറി ദൃശ്യമാകുകയും ചെയ്തു. പക്ഷേ കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖല കൂടിയാണ് ഇത്. എങ്ങനെയാണ് ബാങ്കിങ് സെക്ടറിൻ്റെ ഒരു സാധ്യത, പ്രത്യേകിച്ചും ആ സെക്ടറിൽ വലിയ തോതിൽ നിക്ഷേപമുള്ള ഓഹരി ഉടമകളോട് താങ്കൾക്ക് ഈ സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത്? അഭിലാഷ്, നേരത്തെ പറഞ്ഞതുപോലെ ബാങ്കിങ് സെക്ടർ ആണെങ്കിലും സെയിം പ്രശ്നം തന്നെയാണ്. കാരണം ഓൾറെഡി വിസിബിളായിട്ടുള്ള എല്ലാ നെഗറ്റീവ് ന്യൂസും ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. പല സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC, ഇൻഡസിൻ ബാങ്ക് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിലെല്ലാം തന്നെ 10 to 20% കറക്ഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ നിലവിലുള്ള നെഗറ്റീവ്സ് എല്ലാം ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ബൈ ചെയ്യുന്ന ഒരു സ്റ്റോക്കിൻ്റെ ഫ്യൂച്ചറാണ്. വി ആർ ബൈയിങ് ദ ഫ്യൂച്ചർ ഓഫ് ദ കമ്പനി. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ ബൈ ചെയ്യുമ്പോൾ കുറച്ച് പ്രീമിയം ആവശ്യമായി വരും. അതോടൊപ്പം തന്നെ ഇമ്മീഡിയറ്റ് വരാവുന്ന നെഗറ്റീവ്സ് ഇത് ഈ സ്റ്റോക്കിൽ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും പലപ്പോഴും അഡ്വൈസബിൾ. എന്തായാലും ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ച് വളരെയധികം ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിലുണ്ട്. പ്രത്യേകിച്ചും NBFC റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ബാങ്കുകളുടെ ഇമ്പോർട്ടൻസ് വളരെയധികം കൂടി വരികയാണ്. പ്രത്യേകിച്ചും നല്ല റിസൾട്ട് അനൗൺസ് ചെയ്ത പല സ്റ്റോക്കുകളും വളരെ നല്ല വാല്യൂഷനിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഇൻഡസിൻ ബാങ്ക് എടുക്കുകയാണെങ്കിലും ICICI ബാങ്ക്, അതുപോലെ ഇപ്പോൾ റീസെൻ്റായിട്ട് ക്രൈസിസിലേക്ക് മൂവ് ചെയ്ത യെസ് ബാങ്ക് ഒരവസരത്തിൽ 175 വരെ കറക്റ്റ് ചെയ്തത് ഷാർപ്പായിട്ടുള്ള റിക്കവറി ആ ബാങ്കിൽ സംഭവിച്ചു. അപ്പോൾ ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും പബ്ലിക് സെക്ടർ ബാങ്കുകളാണെങ്കിലും. പക്ഷേ ഈ ബാങ്കിങ് സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്ത സ്റ്റോക്കിലേക്ക് നമ്മളുടെ ഫോക്കസ് പോകുക എന്നുള്ളതാണ്. NPA കുറഞ്ഞ നല്ല നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കൂടിയ ബാങ്കിങ് സ്റ്റോക്കിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അതിലേക്ക് നമ്മൾ പ്രധാനമായിട്ടും HDFC ബാങ്ക്, ഇൻഡസിൻ ബാങ്ക്, അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ക്രൈസിസിൽ പോയ യെസ് ബാങ്കൊക്കെ നല്ലൊരു ബൈ തന്നെയാണ്. ഇപ്പോഴത്തെ വാല്യൂഷൻ കുറച്ചൊരു ഹൈയിലാണ്, വലിയൊരു റിക്കവറി സംഭവിച്ചു, വീണ്ടും ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോകാം. ICICI ബാങ്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്, കാരണം വളരെ ഫെയർ വാല്യൂ ആണ്. ആക്സിസ് ബാങ്ക്,
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബാങ്കിങ് സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ് പോകുന്നത് നന്നായിരിക്കും. ഒരിക്കലും പലപ്പോഴും നമുക്ക് 98 എടുത്താലും 2002 അല്ലെങ്കിൽ 2008 2012 തന്നെ ഇതുപോലെ ബാങ്കിങ് സെക്ടറൊക്കെ കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഓരോ കറക്ഷൻ കഴിയുന്തോറും വീണ്ടും പുതിയ ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ സ്റ്റോക്കൊക്കെ മൂവ് ചെയ്യുന്നത്. ലാസ്റ്റ് ഒരു 15 ഇയേഴ്സ് 20 ഇയേഴ്സിൻ്റെ ചാർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും കറക്ഷൻ എന്ന് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഓരോ ക്രൈസിസിനെയും ഓവർകം ചെയ്യാൻ ഈ കമ്പനിക്ക് സാധിക്കും. കറക്ഷൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഇപ്പോൾ വളരെ നല്ല ബാങ്കിങ് സ്റ്റോക്കുകൾ ചെറിയൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ അവൈലബിൾ ആണ്. ആ ഇൻവെസ്റ്റേഴ്സ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളവരെ സംബന്ധിച്ച് അവർ ഫുള്ളി ഇൻവെസ്റ്റഡ് ആണ്. അതൊരു കൺസേൺ തന്നെയാണ്. എന്നാൽ പുതുതായി മാർക്കറ്റിൽ വരാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിൽ ഇനി ഒരു പ്രേക്ഷകൻ്റെ കത്താണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകൾ ടാറ്റ മോട്ടോഴ്സ്, IOC, ഡാബർ, ICICI ബാങ്ക്, അദാനി പോർട്ട് ആൻഡ് ഹീറോ മോട്ടോർ, HCL ടെക് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്ക് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. ഏത് തരത്തിലൊരു സ്ട്രാറ്റജി ഈ സ്റ്റോക്കുകളിൽ എടുക്കണം? ഏതെങ്കിലും തരത്തിൽ ഇത് വിറ്റുമാറേണ്ട സാഹചര്യമുണ്ടോ? ലാഭമെടുപ്പ് ഈ സ്റ്റോക്കുകളിൽ നടത്തണമോ അതോ ദീർഘനാളത്തേക്ക് ഇനിയും ഹോൾഡ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടോ? കൂടുതൽ ഓഹരികൾ ഈ സ്റ്റോക്കുകൾ തന്നെ ഇത് തന്നെ വാങ്ങിക്കൂട്ടേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്ത് നിലപാട് ഈ സ്റ്റോക്കുകൾ കാര്യത്തിൽ എടുക്കണം എന്നാണ് ചോദ്യം. പക്ഷേ സ്റ്റോക്ക് സെലക്ഷൻ നല്ലതാണ്. പലതും വലിയൊരു കറക്ഷൻ മോഡലിലേക്ക് മൂവ് ചെയ്ത സ്റ്റോക്കുകളാണ്. ടാറ്റ മോട്ടോഴ്സ്, IOC, ഡാബർ, ICICI ബാങ്ക്, അദാനി പോർട്ട്, ഹീറോ മോട്ടോഴ്സ്, HCL ടെക്. വളരെ നല്ല പോർട്ട്ഫോളിയോ സെലക്ഷൻ വളരെ നല്ലതാണ്. ഇതിൽ ടാറ്റ മോട്ടോഴ്സ് ഓൾമോസ്റ്റ് 60% കറക്ഷൻ ഈ സ്റ്റോക്കിൽ സംഭവിച്ചു. അത് നമുക്കറിയാം. ഒരു JLRൻ്റെ സെയിൽസ് റിലേറ്റഡ് ഇഷ്യൂ, അതുപോലെ യൂറോപ്പിലെ പുതിയ എമിഷൻ റൂൾ, ഇതൊക്കെ തന്നെ ഇവരുടെ സെയിൽസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റബിലിറ്റി എഫക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ചൈനയിൽ 46% ഇവരുടെ സെയിൽസ് ഡ്രോപ്പ്. ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ടാറ്റ മോട്ടോഴ്സ് ഫേസ് ചെയ്യുന്ന ക്രൈസിസ്. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ 60% ഡ്രോപ്പ് വന്നതിൻ്റെ റീസൺ. എന്നാൽ ഗ്ലോബലി സെയിൽസ് മോശമാകുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇവരുടെ സെയിൽസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ അഡ്വാൻസ് ബുക്കിംഗ് ആണ്, വളരെ പുതിയ മോഡൽസ് ഇറങ്ങുന്നു. ഇതാണ് ഈ സ്റ്റോക്കിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. പല ബ്രോക്കിംഗ് ഹൗസസും ബ്രോക്കറേജസും ഇവരെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ഇവരുടെ ടാർഗറ്റ് പ്രൈസ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ക്രൈസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ 185 സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഇതിനു മുമ്പ് 250 ഞാൻ പറഞ്ഞിരുന്നു. ഈ സ്റ്റോക്ക് ആവറേജ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോഴത്തെ രീതിയിൽ ചെറിയ ക്രൈസിസ് ഗ്ലോബലി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇവരുടെ വിസിബിലിറ്റി കൂടി വരുന്നുണ്ട്, സെയിൽസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ഒരു റിക്കവറി സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. 170 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടാർഗറ്റ് സപ്പോർട്ട്. അതൊരു മേജർ സപ്പോർട്ട് ലെവൽ തന്നെയാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ആ ഒരു ലെവലിലേക്ക് വന്നിരുന്നു. 170 ലെവൽ വരികയാണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. 230 സ്റ്റോക്ക് ഒരു ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതൽ തന്നെയാണ്. ദെൻ IOC ആണ്. ലാസ്റ്റ് വീക്ക് വന്ന ചില ന്യൂസ്, ഡീറെഗുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില ന്യൂസുകൾ നെഗറ്റീവ് ആകാനുള്ള സാധ്യത, അവർ കമ്പനികൾ ₹1 ബെയർ ചെയ്യണമെന്നുള്ള ന്യൂസൊക്കെ തന്നെ IOCയെ സംബന്ധിച്ച് വളരെ നെഗറ്റീവായിരുന്നു. എന്തായാലും IOC വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഓൾമോസ്റ്റ് ഈ സ്റ്റോക്കിലും നല്ല കറക്ഷൻ നേരിട്ടു. ഓൾമോസ്റ്റ് 40% കറക്ഷൻ ഈ സ്റ്റോക്കിൽ വന്നു. അപ്പോൾ ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, IOCയെ സംബന്ധിച്ച് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഞാൻ ഈ സ്റ്റോക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് പറയുമ്പോഴും ഇത് ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ അല്ല. അടുത്ത 1-2 വർഷത്തേക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അടുത്തൊരു 2019 മാർച്ച് അല്ലെ ഇലക്ഷൻ വരെ മാർക്കറ്റിൽ ഒരു ക്രൈസിസ് ഉണ്ടാവും, അല്ലെങ്കിൽ വോളറ്റിലിറ്റി ഉണ്ടാവും. അത് നമ്മൾ വിസിബിൾ ആയിട്ടുള്ള ഒരു വോളറ്റിലിറ്റിയാണ്. അപ്പോൾ പ്രൈസ് ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് പോകുമ്പോൾ നമ്മൾ ബൈയിങ് സൈഡിൽ നിൽക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഫുള്ളി ഇൻവെസ്റ്റഡ് ആകാതിരിക്കുക, പാർട്ടായിട്ടുള്ള സ്റ്റോക്ക് ഓൺ ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. നമ്മളൊരു ബിസിനസ്സാണ് ബൈ ചെയ്യുന്നത്, ആ ഒരു പേഷ്യൻസ് കാണിക്കുക. IOCയെ സംബന്ധിച്ച് 110 ആണ്. ഈവൻ ഈ ഒരു കറണ്ട് ലെവൽ പോലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. 150 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ്. ദെൻ ഡാബർ ആണ്. ഡാബർ മാർക്കറ്റ് വാച്ചും കണ്ടിന്യൂസ് റെക്കമെൻഡ് ചെയ്തിരുന്ന സ്റ്റോക്കാണ്. 19% ഡിസ്കൗണ്ടിൽ ഈ സ്റ്റോക്കും അവൈലബിൾ ആണ്. ഈ സ്റ്റോക്ക് 380 ഇമ്മീഡിയറ്റ് വരാവുന്നൊരു സപ്പോർട്ട് ലെവൽ, ആ ഒരു ലെവൽ വരികയാണെങ്കിൽ ഫർദർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഡാബർ ലോങ് ടേം വ്യൂവിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ദെൻ ICICI ബാങ്ക് ആണ്. ഓൾമോസ്റ്റ് 12% അടുത്ത് ഈ സ്റ്റോക്കിലും കറക്ഷൻ സംഭവിച്ചു. എന്നാൽ ഈ റൈഡിലൊന്നും ഈ സ്റ്റോക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ചില കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് ഹോണ്ട് ചെയ്തിരുന്നു. 300 ഒരു ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. ലോങ് ടേം വ്യൂവിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ICICI ബാങ്ക്. അതുപോലെ തന്നെ അദാനി പോർട്ട്, ഇതേ സംബന്ധിച്ച് ഇവരുടെ സ്റ്റോക്കിലും വലിയൊരു കറക്ഷൻ നേരിട്ടു.
നമുക്കറിയാം കണ്ടെയ്നർ പോർട്ട് ഹാൻഡ്ലിങ്ങിലൊക്കെ തന്നെയാണ് ഫോക്കസ്, ഒരു ലീഡർ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഫങ്ഷനിങ് ആകുന്നതോടുകൂടി ഇവരെ പ്രോഫിറ്റബിലിറ്റി കൂടാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അഗൈൻ 200 ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഓൾറെഡി 28% കറക്ഷൻ നേരിട്ടു. 200 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 290 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ബിലോ 300 ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. 340 ആണ് ഒരു മൈനർ റെസിസ്റ്റൻസ്. ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അദാനി പോർട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്നൊരു സ്റ്റോക്ക് തന്നെയാണ്. ദെൻ ഹീറോ മോട്ടോഴ്സാണ് നെക്സ്റ്റ് വീക്ക് റിസൾട്ട് വരാനിരിക്കുന്നു. ഇതും വളരെ നല്ലൊരു അട്രാക്റ്റീവ് വാല്യുവേഷൻ, 25% ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ എക്സ്ട്രീം 200 എന്ന് പറയുന്ന ബൈക്ക് ഗ്ലോബൽ ലോഞ്ച് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അതുപോലെ സ്കൂട്ടർ സെഗ്മെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഓൾറെഡി സ്റ്റോക്കിൽ 25% കറക്ഷൻ നേരിട്ടു. ഈ സ്റ്റോക്കിലും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 2700 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്നൊരു സപ്പോർട്ട്. അത് ലോങ് ടേം വ്യൂവിൽ ഇത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഹീറോ മോട്ടോഴ്സിനെ സംബന്ധിച്ച്. ഒരു റിസ്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് വീക്ക് റിസൾട്ട് വരുന്നു. അപ്പോൾ ആ റിസൾട്ട് നന്നായി സ്റ്റഡി ചെയ്തുകൊണ്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നല്ലത്. ദെൻ HCL ടെക്കാണ്. TCSൻ്റെ റിസൾട്ട് വന്നു, അതിനുശേഷം IT സെക്ടറിൽ ഒരു കറക്ഷൻ വന്നു. HCL ടെക് എന്തായാലും ലോങ് ടേം വ്യൂവിൽ പ്രത്യേകിച്ച് റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തു പോകുന്നു. ഗ്ലോബൽ പ്രസൻസ് ഉള്ള കമ്പനിയാണ്, നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ട്. ഇൻവെസ്റ്റേഴ്സിന് കഴിഞ്ഞ 15-20 ഇയേഴ്സായിട്ട് നല്ല റിട്ടേൺ കൊടുത്തൊരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. 960 ലെവലിലേക്ക് വരികയാണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. 1040 ആണ് ഒരു മൈനർ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ വളരെ നല്ലതാണ്. റിസ്ക് എന്ന് പറയുന്ന വിസിബിൾ ആയിട്ടുള്ള റിസ്ക്കുകൾ ഇപ്പോഴും മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഫുള്ളി ഇൻവെസ്റ്റഡ് ആകാതിരിക്കുക. പുതുതായി സ്റ്റോക്ക് മാർക്കറ്റിൽ വരാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചാണ് നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനുള്ള വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഒരിക്കലും ഒരു സിംഗിൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. ഒരു 10 lakhs-ൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ 5 സെക്ടർ 2 സ്റ്റോക്ക് അങ്ങനെ 10 സ്റ്റോക്കിലേക്ക് നമ്മളെ ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത്. അതോടൊപ്പം തന്നെ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്ത നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള കമ്പനിയിൽ മാത്രം ഫോക്കസ് പോവുക. ഇതൊരു റിസൾട്ട് സീസണിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യണം. ഒരു ഭാഗത്ത് റിസൾട്ട്, വേറൊരു ഭാഗത്ത് IIP, അതുപോലെ ഗ്ലോബൽ ന്യൂസ്, ഇതെല്ലാം മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യണം. വളരെ നന്ദി ഭുവനേന്ദ്രൻ. മാർക്കറ്റ് വാച്ചിലൂടെ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. മാർക്കറ്റ് വാച്ചിൽ ഇനി ബിഗിനേഴ്സ് ഗൈഡാണ്. ഈ ആഴ്ച നിക്ഷേപത്തിന് അനുയോജ്യമായ ഒരു പ്രധാനപ്പെട്ട ഓഹരിയും ഒരു പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ടുമാണ് ബിഗിനേഴ്സ് ഗൈഡിലൂടെ പരിചയപ്പെടുന്നത്. ഈ ആഴ്ച പരിചയപ്പെടുത്തുന്ന മ്യൂച്വൽ ഫണ്ട് ഈഡൽവൈസ് ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട്. ഇതൊരു ഹൈബ്രിഡ് ഫണ്ടാണ്. പ്യുവർ ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സിലും ഡെറിവേറ്റീവ് സ്ട്രാറ്റജികളിലും ആർബിട്രേജ് അവസരങ്ങളിലുമാണ് കമ്പനി ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി 1/3 പോർഷൻ ഡെറ്റ് ആൻഡ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലും. കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺ 10.9%, 3 വർഷത്തെ ശരാശരി റിട്ടേൺ 6.25%. ഈക്വിറ്റി പോർഷനിൽ 70 സ്റ്റോക്സിലാണ് നിക്ഷേപം. പ്രധാനമായും HDFC, റിലയൻസ്, ഇൻഫോസിസ്, ITC, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, TCS, HDFC ബാങ്ക്, ICICI ബാങ്ക്, M&M, HUL, സൺഫാർമ ആൻഡ് പെട്രോനെറ്റ് LNG. ഡെറ്റിലാകട്ടെ LIC ഹൗസിംഗ് ഫിനാൻസ്, HDFC തുടങ്ങിയവയുടെ കൊമേഴ്ഷ്യൽ പേപ്പറിലും ഈഡൽവൈസിൻ്റെ കമ്മോഡിറ്റി ഡിബെഞ്ചറിലും പവർ ഫിനാൻസ് കോർപ്പറേഷൻ്റെ ബോൺസിലുമാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇത് ഒരു ഡൈനാമിക് അസറ്റ് അലൊക്കേഷൻ ഫണ്ടാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് നിക്ഷേപം മാറിക്കൊണ്ടിരിക്കും. അതിനാൽ ഡൗൺസൈഡ് റിസ്ക് ഈ ഫണ്ടിൽ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. ഈഡൽവൈസ് ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട് സൈസ് 1152 crore, മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 5,000 rupees ആൻഡ് മിനിമം SIP 500 rupees. ടാറ്റ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ മൾട്ടിനാഷണൽ ഓട്ടോമോട്ടീവ് മാനുഫാക്ചറിംഗ് കമ്പനിയായ ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ് ആണ് ഈ ആഴ്ച പരിചയപ്പെടുത്തുന്നത്. പാസഞ്ചർ കാർസ്, ട്രക്സ്, വാൻസ്, കോച്ചസ്, ബസ്സസ്, സ്പോർട്സ് കാർ, കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് ആൻഡ് മിലിറ്ററി വെഹിക്കിൾസ് എന്നീ സെഗ്മെൻറ്റ്സിലാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. വളരെ വിപുലമായ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സർവീസ് നെറ്റ്വർക്കാണ് ഇവർക്കുള്ളത്. ഓട്ടോമൊബൈൽ മാർക്കറ്റിലെ വളർച്ചാ സാധ്യതയും ഹയർ ഇൻകവും കമ്പനിക്ക് കിട്ടുന്ന വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട് വന്നപ്പോൾ നെറ്റ് ലോസ് 1862 കോടിയായിരുന്നു. UK, യൂറോപ്പിൽ ഉള്ള ഡീസൽ കൺസേൺസും ചൈനയിലെ ഡ്യൂട്ടി ചേഞ്ചും മോശം മാർക്കറ്റിൽ ജാഗുർ ലാൻഡ് റോവറിൻ്റെ സെയിൽസ് കുറഞ്ഞതുമാണ് ഇതിന് കാരണം. പക്ഷേ ഇപ്പോൾ സ്റ്റോക്ക് വില വളരെ കുറഞ്ഞാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബൈങ്ങിന് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. വരും ക്വാർട്ടറിൽ ഡിമാൻഡിൽ വർധനയും സെയിൽസ് കൂടുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ടാറ്റ മോട്ടോഴ്സ് കറന്റ് മാർക്കറ്റ് പ്രൈസ് 182 rupees ആൻഡ് ടാർഗറ്റ് പ്രൈസ് 315 rupees.
മാർക്കറ്റ് വാച്ചിനെ ലക്കം അവസാനിക്കുന്നു. വിപണിയെ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും investment@asiananews.in എന്ന വിലാസത്തിൽ അയയ്ക്കുക. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.